കിച്ചൺ ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്നൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കന്ന് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും ഞങ്ങളിവിടെ കടച്ചക്ക എന്നാണ് പറയുന്നത്, വേറെയുള്ളടത്ത് സീമച്ചക്ക എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കതെങ്ങനെയാണ് തോരൻ വെക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയ സാധനങ്ങൾ: ഒരു വലിയ മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തിനുള്ള മസാല: കുറച്ച് പെരിഞ്ജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പു, കുരുമുളക്, പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. നമുക്കിത് വറുത്താണ് അരയ്ക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് വറുത്തോണ്ട് വരാം. ഇതൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം. കടച്ചക്ക എത്തേണ്ട ഈ ഒരു രീതിക്കാണ് അരിഞ്ഞിരിക്കുന്നത്, ചെരിച്ച്. പിന്നെ ഒരു 10-15 കൊച്ചുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. സവോള ഇടരുത്, കാരണം എന്താ വെച്ചാൽ ഈ കടച്ചക്കയ്ക്ക് കുറച്ച് മധുരമുള്ള ടൈപ്പാണ്. അപ്പോൾ സവോള ഇട്ട് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് മധുരിക്കും. ചെറിയ ഉള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. പൊട്ടി നമുക്ക് ഈ ഉള്ളി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൊടുത്തിട്ട് തന്നെ നമുക്ക് ഈ കടച്ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ട് ബാക്കി സാധനങ്ങൾ ചേർക്കാം. കടച്ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാൻ വെന്തിട്ടുണ്ടെന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. ഞാനിത് വെള്ളമൊന്നും ചേർക്കാതെ പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ചേർക്കാതെ ഞാൻ പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കത് ഇളക്കി ചേർക്കാതെ കുറച്ച് ചൊട്ട്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഈ അരപ്പ് ചേർക്കുമ്പോൾ നല്ല അടുപ്പ് നല്ല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വേണ്ട, 2-3 മിനിറ്റ് എന്നിരുന്നാട്ടെ. കടച്ചക്ക എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഞാൻ ഉപ്പും എരിവെല്ലാം നോക്കി എല്ലാം പാകമാണ്. നമുക്കിതിനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കടച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.